ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് ഗൈസ്. നമ്മൾ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന മൂവി ശങ്കർ ഡയറക്റ്റ് ചെയ്തത് രാം ചരൺ അഭിനയിക്കുന്ന ഗെയിം ചേഞ്ചർ മൂവിയാണ് നമ്മൾ കണ്ടിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ വന്നതേ ഉള്ളൂ. സോ പടം ഡയറക്റ്റ് ചെയ്യുന്നത് ശങ്കറാണ്. പടത്തിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് വിവേക് വേൽമുരുകനാണ്. ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് സായി മാധവ് ബുറാണ്. സോ സ്റ്റോറി കാർത്തിക് സുബരാജിന്റെ സ്റ്റോറി ആണെന്നാണ് പറയുന്നത്. സോ അതിനകത്ത് കാസ്റ്റ് വരുന്നത് രാം ചരൺ ഉണ്ട്, പിന്നെ കെ ആർ അദ്വാനി ഉണ്ട്, അഞ്ജലി ഉണ്ട്, എസ് ജെ സൂര്യ ഉണ്ട്, സമുദ്രക്കനി ഉണ്ട്, ഇവിടെ ജയറാമേട്ടനുണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ് ഗെയിം ചേഞ്ചർ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് കേസ് ഇതൊരു മുതൽമൻ 2 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ശിവാജി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരു ഇന്ത്യൻ്റെ ഒരു പാർട്ട് 3 വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഗൈസ്, ശങ്കറിൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങളുടെ, അതായത് ഈ പറഞ്ഞ 3 പടങ്ങൾ മെയിനായിട്ട്, ആ പടങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു മിക്സ്ഡ് അവിയൽ വെർഷൻ, അതാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന മൂവി. ഈ പടം ഇറങ്ങേണ്ടത് 2025 ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരു 2000 ഒക്കെ ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മുതൽമൻ മൂവിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നൻപൻ മൂവിയൊക്കെ എപ്പോഴാണോ ചെയ്തത് ആ ഒരു ടൈമിൽ വേണമായിരുന്നു ഈ പടം ഇറങ്ങാനായിട്ട്. മേ ബി ചിലപ്പോൾ അന്ന് രാംചരൺ ഒരു സ്റ്റാർ ആയിട്ട് വന്നിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടർ ആയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പം നല്ല കിടുക്കനുമായിട്ടുള്ള ഒരു സ്റ്റാർ വാല്യൂ ആയിട്ടുള്ള ഒരു നടനായപ്പം എന്നാൽ പിന്നെ ഈ പടം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കൊടുത്തതും പുള്ളി അക്സെപ്റ്റ് ചെയ്ത് RR പോലുള്ളൊരു പടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റാർ വാല്യൂ ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഈ പടം അത്ര ഫ്ലോപ്പ് എന്നല്ല ഞാൻ ഈ പറയുന്നത്. പടം ഇന്ത്യൻ 2-നെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നടവ് ഈ പടം കണ്ടിരിക്കുക, 2.25 മണിക്കൂറോളം ഈ പടം കണ്ടിരിക്കുക. അതൊരു പ്ലസ് പോയിന്റ് ആണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ബാക്കി എങ്ങനെയൊക്കെയോ നമ്മൾ ഞാൻ പറഞ്ഞില്ല, മുതൽമനുണ്ട്, പിന്നെ നവാജിയുണ്ട്, ഇന്ത്യനുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ ട്രെയിലർ റിയാക്ഷൻ പറഞ്ഞ പോലെ തന്നെ കറപ്ഷനും ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ഫ്യൂഷൻ ആക്കിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പോകുന്നു. രാംചരണിൻ്റെ ഫാൻസിന് ഈ പടം വൻ ട്രീറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 350 to 400 ക്രോഡ്സിനകത്താണ് വരുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഈ പടം എന്തായാലും കളക്ട് ചെയ്യും. ഓഫ് കോഴ്സ് അത് കളക്ട് ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് സ്റ്റോറി ചെയ്തേക്കുന്നത് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നത്. ബട്ട് പുള്ളി ഏത് സ്റ്റോറി എവിടെ കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. കാരണം കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോറി ലൈൻ എന്താണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു തോട്ട് എന്താണെന്നൊക്കെ നമ്മൾ പുള്ളിയുടെ പടങ്ങൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ബട്ട് ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളൊന്നും ഞാൻ ഈ പടത്തിൽ കണ്ടില്ല. പിന്നെ അതുപോലെ ജയറാമേട്ടൻ്റെ റോളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആളിനെ കൊണ്ട് അവിടെ പോയിട്ട് വെറുതെ കുറച്ച് കോനാമ്പിച്ചും കാര്യങ്ങളും കാണിച്ച് പുള്ളിയുടെ ഉള്ള വില വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാല്യൂഡ് ക്യാരക്ടറൊന്നും അല്ല പുള്ളിക്ക് കൊടുത്തത്. ഒരു സൈഡ് റോള് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തൊക്കെയോ ഇതൊക്കെ പറയുന്നുണ്ട്, ആ ഒരു റോളാണ്. പിന്നെ എസ് എ സൂര്യ പുള്ളിയുടെ റോളാണെങ്കിൽ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു വില്ലനും കാര്യങ്ങളൊക്കെ ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. കെ ആർ അദ്വാനി രാംചരൻ്റെ പേരായിട്ട് വരുന്നത് ഉണ്ട്, പടത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറച്ച് സീൻസിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലാഷ് ബാക്ക്, ഐ മീൻ രാംചരൻ്റെയും അഞ്ജലിയുടെയും ഒരു ഇത് കാണിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടം. അത് കുറച്ചും കൂടെ ഒരു രസമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് കുറച്ചൊക്കെ വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഈ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു 2 റോൾസ് കാണിക്കുന്നുണ്ട്, 2 ക്യാരക്ടേഴ്സിൻ്റെ. അപ്പോൾ അത് കുറച്ച് കളിയാക്കലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എനിവേ അതെന്താണെന്ന് അറിയത്തില്ല, ബട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് സോങ്സ്, എൻ്റെ മോനെ അതാണ് പറയേണ്ടത്. ഒരു പാട്ട് ചെയ്യാൻ 75 കോടിയാണ് മുടക്കിയേക്കുന്നത്. ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ടുള്ള പാട്ടാണ്, സെറ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ പാട്ടൊന്നും ഒരു സുഖമില്ല. ഞാൻ തമിഴിലാണ് കണ്ടത്. സോ തമിഴിലുണ്ട് പടം, കോഴ്സ് തെലുങ്കിലുണ്ട്, പിന്നെ മലയാളം, ഹിന്ദി. സോ ഇങ്ങനെ 4 ഡബിൾ ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത് പടം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പ്രിഫർ ചെയ്ത് പോയി കാണാവുന്നതാണ്. പിന്നെ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ ഇപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, ആ എന്തിരനൊക്കെ കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുക. ആ പുള്ളിക്കാരൻ ഇപ്പോഴും ഇങ്ങോട്ട് അപ്ഡേറ്റഡ് ആയിട്ടില്ല. കാരണം ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു 2000 കാലഘട്ടത്തിൽ ഇറക്കേണ്ട പടങ്ങളും സ്ക്രിപ്റ്റുകളും ഒക്കെയാണ് ഇപ്പം ഈ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആവാത്ത ഒരു സ്റ്റോറി പ്ലേ, സ്ക്രീൻ റൈറ്റിംഗ് ഒക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റോറി മോഡും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഒട്ടും വർക്ക് ആവാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണ് ഇപ്പം ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ 2-നെ വെച്ച് നോക്കുമ്പം ദിസ് ഈസ് എ ഗുഡ് മൂവി. യു ക്യാൻ എൻജോയ് ഇറ്റ്. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ടൈം വേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. യു ക്യാൻ എൻജോയ് ഇറ്റ്. അപ്പോൾ
കൂടുതൽ പറഞ്ഞ പടം സ്പോയിലറായി പോകും. നമുക്കിതിൻ്റെ ഒരു സ്പോയിലറായിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വേറെ ദിവസം ചെയ്യാവുന്നതാണ്. ഗെയിം ചേഞ്ചറിനെ പറ്റി അത്രയേ ഉള്ളൂ. രാവിലെ പോയി എന്ന് സ്വന്തം പുണ്യാളൻ പടം കണ്ടായിരുന്നു. ഡയറക്റ്റഡ് ബൈ മഹേഷ് മധു. പടം എഴുതിയേക്കുന്നത് സംജി എം ആന്റണി എന്ന് പറഞ്ഞ ആളാണ്. ഇതിനകത്ത് കാസ്റ്റ് വരുന്നത് അർജുൻ അശോകനുണ്ട്, ബാലു വർഗീസ്, അനശ്വര രാജൻ, രഞ്ജി പണിക്കർ ഉണ്ട്, അൽതാഫ് സലീം ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ അഭിനയിക്കുന്ന ഒരു കുഞ്ഞു പടമാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തത് സാം CS ആണ്. എന്ന് സ്വന്തം പുണ്യാളൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം അത്രയേ ഉള്ളൂ. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ പ്ലോട്ട്, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആവറേജ് മനസ്സിലാവും. അത് തന്നെയാണ് കാര്യം. പിന്നെ ഇതിനകത്തൊരു അനശ്വരയുടെ ക്യാരക്ടർ അത് മാത്രമേ ഉള്ളായിരുന്നു നമുക്കൊരു പിടുത്തം കിട്ടാഞ്ഞത്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതും കൂടെ മനസ്സിലാവും എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്തൊക്കെ എവിടൊക്കെ പോകുന്നു എന്നുള്ളത് കുറച്ച് മനസ്സിലാവും. അതൊരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ വന്ന് പിന്നെ ഒരു ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്ത് അതിലടുത്ത സാധനം അവിടുന്ന് സാധനം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരു പള്ളിമേട, പൊന്നുംകുരിശ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു കഥയാണ്. അർജുൻ അശോകനായിക്കോട്ടെ, ബാലു വർഗീസ് ആയിക്കോട്ടെ, നമുക്കൊരു എന്താ പറയുക ഒരു 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 ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല കാഴ്ചവെച്ചേക്കുന്നത്. അനശ്വരയുടെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടിട്ട് നമുക്കൊരു പ്ലസ് പോയിന്റ് തോന്നിയ ആക്ട്രസ് ഈ പടം കണ്ടപ്പോഴത്തേക്ക് അതുകൂടെ അങ്ങ് പോയി. കാരണം അതിനകത്ത് നല്ല രീതിക്ക് നമുക്ക് കുറച്ച് ഫീൽ ഗുഡായിട്ട് തന്നിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് നമ്മളതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് വന്ന് നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി എന്തൊക്കെ ചെയ്ത്, പക്ഷെ അത് കുറച്ച് കോമഡി പരിപാടിയായിട്ട് തോന്നി. കുറച്ച് മാസമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് കോമഡി പരിപാടിയിലൊക്കെ തോന്നി. എന്തായാലും ഒരു ആവറേജ് പടം എന്ന് സ്വന്തം പുണ്യാളെ എനിക്കതാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിവേ, അപ്പോൾ ഗെയിം ചേഞ്ചറും കണ്ടു, എന്ന് സ്വന്തം പുണ്യാളെല്ലാം കണ്ടു, നമ്മൾ രേഖാചിത്രവും കണ്ടു. സോ അപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയ പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പടം രേഖാചിത്രമാണ്. അത് നൈസൊരു പടമാണ്. ഗെയിം ചേഞ്ചർ നമുക്ക് മറ്റുള്ള പടങ്ങൾ ഇന്ത്യന്, മുതൽവൻ, ശിവാജി ഇതൊക്കെ കൂടെ ഉള്ളൊരു മിക്സഡ് ആയിട്ടുള്ള അവിയൽ പടം ഗെയിം ചേഞ്ചർ. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് പിന്നീട് ഇരിക്കുന്നതാണ്. കുറച്ച് സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നീട് ഇരിക്കാവുന്നതാണ്. സോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണുക ഈ 3 പടങ്ങളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.